ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 139 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 75 മുതൽ 78 വരെ, 1 കൊരിന്ത്യർ 6-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരി ഉത്തരം റിവീൽ ചെയ്യാണ് കേട്ടോ. അപ്പൊ നമുക്ക് ശരി ഉത്തരം എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഒരക്ഷരമുള്ള ബൈബിളിലെ ഒരു പുരുഷനാമം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ഹാം. സങ്കീർത്തനങ്ങൾ 78-ന്റെ 51-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: എന്റെ പേരും എന്റെ മറുപേരും പാഠഭാഗത്തിലെ ഒരു സങ്കീർത്തനത്തിൽ കാണാം. സങ്കീർത്തനം ഏത്? പേരെന്തെല്ലാം? ഏതൊക്കെ വാക്യങ്ങളിൽ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പേര് യാക്കോബ്, മറുപേർ ഇസ്രായേൽ. വാക്യങ്ങൾ സങ്കീർത്തനങ്ങൾ 78-ന്റെ 5, 21, 71. ഓക്കെ, ഇതൊക്കെയാണ് ഉത്തരങ്ങൾ കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: യേശു ശിഷ്യന്മാരെ ദൃഷ്ടാന്തമായി പഠിപ്പിക്കുവാൻ ഉപയോഗിച്ച ഒരു അലങ്കാര പദം പാഠഭാഗത്തുണ്ട്. ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ഉപമ. സങ്കീർത്തനങ്ങൾ 78-ന്റെ 2-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ: രോഷം എന്നർത്ഥം വരുന്ന ഒരു പദവും ബാക്കി അല്ലെങ്കിൽ ശേഷിപ്പ് എന്നർത്ഥം വരുന്ന ഒരു പദവും ചേർന്ന ഒറ്റ പദം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ക്രോധശിഷ്ടം. സങ്കീർത്തനങ്ങൾ 76-ന്റെ 10-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഫൈനൽ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എന്താണ് വിട്ടോടേണ്ടത്? ഉത്തരം ദുർനടപ്പ്. 1 കൊരിന്ത്യർ 6-ന്റെ 18-ലാണ് ഈ ഉത്തരം ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 79 മുതൽ 82 വരെ, 1 കൊരിന്ത്യർ 7-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.